ജർമ്മൻ ഗവൺമെൻറ് ഇന്ത്യൻസിന് ജോലി കൊടുക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസിന്. അടുത്ത 20 വർഷം കൊണ്ട് ജർമ്മനിയിൽ ഏകദേശം 7 ലക്ഷത്തോളം വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരുമെന്നാണ് പറയപ്പെടുന്നത് പല സെക്ടേഴ്സിലായിട്ട്. ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു സി ഡ്രീം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റീസെൻ്റ്ലി ഇപ്പോൾ ജർമ്മനി എന്ന രാജ്യത്തെ പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിൽ അടുത്ത 20 വർഷം കൊണ്ട് ഏകദേശം 7 lakhs വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഇൻ്റർനാഷണൽ ന്യൂസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരുപാട് ന്യൂസ് ചാനൽസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും ജർമ്മനിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജോബ് ഓഫർ കിട്ടുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ്. ഇപ്പോൾ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ ജർമ്മനിയിലോട്ട് ഒരുപാട് ഇന്ത്യൻസ് IT ജോബ്സിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്താലും നമുക്ക് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വഴി, എന്ന് വെച്ചാൽ ജർമ്മൻ കമ്പനി ആണെങ്കിൽ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വഴി നമുക്ക് ജർമ്മനിയിലോട്ട് പോകാനും പറ്റും. ഈസി ആയിട്ടുള്ള വർക്ക് വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ സ്റ്റുഡൻസും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഇന്ത്യൻസിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പൗരത്വത്തിൻ്റെ കേസാണെങ്കിലും ഇപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 5 years മാത്രമാണ് അവർ ചോദിക്കുന്നത്. അതായത് ആദ്യം 8 വർഷത്തോളം നമ്മൾ ജർമ്മനിയിൽ നിൽക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ 5 years കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ മാൻഡേറ്ററി ആട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇതിൽ മെയിനായിട്ട് ഷെങ്കൻ വിസ ന്യൂസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പറയുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻസിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 7 lakhs വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ത്യൻസിന് അനുകൂലമായിട്ട് വന്ന ഒരു റൂളാണ്, അതായത് ഇമിഗ്രേഷൻ റൂളാണ്, നമുക്ക് പൗരത്വം എടുക്കാൻ. അതായത് ജർമ്മനിയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഇനി 5 years മാത്രം ജർമ്മനിയിൽ താമസിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് പൗരത്വ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ കേസിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ അബ്രോഡ് പഠിക്കാൻ പോകാനും അതുപോലെ അബ്രോഡ് ജോലിക്കൊക്കെ പോകാൻ നോക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പല ആൾക്കാരും കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അത് ശരിയായ രാജ്യമാണോ എന്ന് കറക്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ കാനഡ ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. കാര്യം നമുക്ക് PR കിട്ടാനാണെങ്കിലും സെറ്റിൽ ആവാനാണെങ്കിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പറ്റുമായിരുന്നു. ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം ഓരോ ദിവസവും കാനഡയിലോട്ട് പോകുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസ് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 3.5 ലക്ഷത്തോളം സ്റ്റുഡൻസ് കാനഡയിലുണ്ട്. അതേ സമയത്ത് ജർമ്മനിയിൽ ജസ്റ്റ് 43,000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജർമ്മനിയിൽ ഇനി പഠിക്കാൻ പോകുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. നല്ല കൺട്രി ചൂസ് ചെയ്യാനാണെങ്കിൽ നമുക്കിനി ജർമ്മനിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കൺട്രി നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ പല ആൾക്കാരും UK എന്ന രാജ്യം, അത് UK ഇനി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാര്യം ഓൾമോസ്റ്റ് UKയുടെ ഒരു ഇത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IELTS ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വിസ കിട്ടുന്ന ഒരേ ഒരു റിച്ചസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് അത് UK മാത്രമാണ്. എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു കൺട്രി അത് UK മാത്രമാണ്. പിന്നെ നമുക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്കും UKയിൽ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 വർഷത്തെ വർക്ക് പെർമിറ്റാണ്. അതുപോലെ ലോൺ സപ്പോർട്ടാണെങ്കിലും ഇങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന കൺട്രീസിൽ UK നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ടോപ്പിക് അതല്ല, ജർമ്മനിയാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും അറിയേണ്ടത്, ജർമ്മനിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമെന്നായിരിക്കും. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റിൽ പോകാമെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ തന്നെ പല ആൾക്കാരും വിചാരിക്കും അത് ജർമ്മൻ ലാംഗ്വേജ് വേണ്ടിയിട്ടായിരിക്കും എന്ന്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ജർമ്മൻ ഗവൺമെൻറ് ഒരിക്കലും നിങ്ങളോട് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണെന്ന് പറയുന്നില്ല. അതേ സമയത്ത് നിങ്ങൾ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, UK വരെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് അവർ ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് ജർമ്മനിയിൽ നമ്മൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ഗവൺമെൻറ് ചോദിക്കുന്നില്ല. പക്ഷേ സെയിം ടൈമിൽ ഈ ലാംഗ്വേജ് ചോദിക്കുന്നത് അവിടെയുള്ള എംപ്ലോയേഴ്സാണ്, അതായത് കമ്പനീസ്. കാര്യം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭാഷ അറിയണ്ടേ. അപ്പോൾ ആ ഒരു കാര്യത്തിന് കമ്പനീസ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. പക്ഷേ സെയിം ടൈമിൽ തന്നെ അവിടെ IT ഫീൽഡൊക്കെ ആണെങ്കിൽ അതും ജർമ്മനിയിൽ തന്നെയുള്ള കമ്പനിയാണ്. അവിടെ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയിലെ ഈ ഒരു ഓഫർ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതായിരിക്കും പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവുക. നമുക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ പറ്റും, എങ്ങനെ നമുക്കൊരു ജോലി നേടാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 വേ ആണ് ഇപ്പോൾ ജർമ്മനിയിൽ എത്തിപ്പെടാനുള്ളത്. അതായത് ഒന്ന് ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ ബിസിനസ് വിസ. അങ്ങനെ നമ്മൾ വിസിറ്റിംഗ് രൂപത്തിൽ ജർമ്മനിയിൽ പോവുക. അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി വിസ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ വിസ കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ജർമ്മൻ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ നോക്കണം. എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ അത് ഏജൻസി ഫീസ് മാത്രമാട്ടോ. ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. സ്റ്റഡി വിസയുടെ കാര്യം നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ വർക്ക് പെർമിറ്റാണ്. വർക്ക് പെർമിറ്റ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഇപ്പോൾ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്ത് പോവുകയാണെങ്കിൽ ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ഏജൻസി ത്രൂ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഫീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 3 വേ പറഞ്ഞു.
അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ടൂറിസ്റ്റ് വിസയാണ്. ടൂറിസ്റ്റ് വിസ എന്ന് പറയുമ്പോൾ ഷെങ്കൻ വിസയാണ്. ഷെങ്കൻ വിസ ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് ഷെങ്കൻ വിസ വേണ്ട ആളുകൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജർമ്മനിയിലോട് നമ്മൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിപ്പോൾ ഫ്രാൻസിൻ്റെ ഷെങ്കൻ ടൂറിസ്റ്റ് വിസ ഉണ്ടെങ്കിലും അതുപോലെ സ്വിറ്റ്സർലാൻഡിൻ്റെ ടൂറിസ്റ്റ് വിസ ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ഷെങ്കൻ വിസയാണ് കിട്ടുന്നത്. ഈസി ആയിട്ട് ഷെങ്കൻ വിസ കിട്ടുന്ന ഏതെങ്കിലും ഒരു കൺട്രിയിൽ നമ്മൾ ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഷെങ്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ പോകാം, ജോബ് സെർച്ച് ചെയ്യാം. ടൂറിസ്റ്റ് വിസയിൽ ജോലി സെർച്ച് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ ജോലി സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ല, ടൂർ വന്ന് പോകണം എന്നൊക്കെ. വെറുതെയാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അതുപോലെ തന്നെ ജോബ് സെർച്ച് ചെയ്യാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചില കൺട്രീസിൽ നമുക്ക് വർക്ക് പെർമിറ്റിലൂടെ ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഏറ്റവും ചീപ്പസ്റ്റ് വേ ആണ്. ഇപ്പോൾ തന്നെ ജർമ്മനിയുടെ ഒരു ലൊക്കേഷൻ വരുന്നത് ഓൾമോസ്റ്റ് യൂറോപ്പിൻ്റെ ഒരു സെൻട്രലാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഷെങ്കൻ കൺട്രിയിലോട്ട് വിസ എടുത്താലും നിങ്ങൾക്ക് ജർമ്മനി ഈസി ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ IT ഫീൽഡ് ആവണം. IT ഫീൽഡ് ആണെങ്കിൽ ജോലി കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വേറെ ഏത് സെക്ടറിൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഏത് സെക്ടറിൽ നിങ്ങൾ ജോലി നോക്കിയാലും ഒരുവിധം എംപ്ലോയേഴ്സൊക്കെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കാനെങ്കിലും സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓഫർ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണം നിർബന്ധമില്ല. IELTS പോലെ നമ്മൾ എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനെങ്കിലും അറിയണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, വർക്ക് വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ ജർമ്മൻ ലാംഗ്വേജ് അവർ ചോദിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജർമ്മനിയിലെ ടൈപ്സ് ഓഫ് വിസയിൽ ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും വർക്ക് വിസയ്ക്ക് നോ സ്പെസിഫിക് ലാംഗ്വേജ് റിക്വയർഡ് ആണ്. അതുപോലെ ബ്ലൂ കാർഡിന് ലാംഗ്വേജ് ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുവിധം വിസാസിനൊന്നും ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് അവർ പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ കറക്റ്റ് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ജോബ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 70 ഒക്യുപ്പേഷൻസ് ഉണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, അതുപോലെ എഞ്ചിനീയറിംഗ്, IT ഫീൽഡ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. നമ്മളിതിൽ മലയാളത്തിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ അവിടുന്ന് കളക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡി വിസയാണ്. സ്റ്റഡി വിസ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 43,000-ഓളം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ജർമ്മനിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു പെർസെൻറ്റേജും ഇന്ത്യക്കാരാണ്. സ്റ്റഡി വിസ എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് വിസനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്. കാര്യം നിങ്ങൾക്കിപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഏജൻസി ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്നാലും ചെറിയൊരു ഫീസ് എന്തായാലും ആവുന്നുണ്ട്. ജർമ്മൻ ലാംഗ്വേജും എല്ലാം കൂടെ ഒരു പാക്കേജ് രൂപത്തിൽ നിങ്ങൾ പോകുമ്പോൾ അറൗണ്ട് ഒരു 3-4 lakhs ആ ഒരു റേഞ്ചിലൊക്കെ ചില ഏജൻസീസൊക്കെ വാങ്ങും. ചില ഏജൻസീസ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ സ്റ്റഡി വിസ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏജ് ഒരു പ്രശ്നമായിട്ട് വരും. എന്ന് വെച്ചാൽ ഒരുപാട് ഏജിലുള്ള ആൾക്കാരെ പഠിക്കാൻ പോകുമ്പോൾ അതിൽ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റൂ. എന്ന് വെച്ചാൽ യൂറോപ്പിൽ നമ്മൾ സർട്ടിഫിക്കറ്റിൽ ഒരു തിരിമറിയും നടക്കില്ല. പക്ഷേ UK പക്ഷേ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പിന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വർക്ക് വിസയാണ്. നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനാണ് വർക്ക് വിസ. നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ടൊരു ജോലിക്ക് സെൽഫായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നല്ലൊരു റെസ്പോൺസ് കിട്ടും എന്നുള്ളത് ഒരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. കാര്യം ഇത് നെഗറ്റീവ് അടിപ്പിക്കാതിരിക്കുക കേട്ടോ, ഫുള്ള് നെഗറ്റീവ് ആക്കാതിരിക്കുകയാണ്. കാര്യം ഡയറക്റ്റ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു റിപ്ലൈയും കിട്ടാറില്ല. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. കാര്യം നമ്മൾ ഇന്ത്യക്കാർക്ക് വർക്കേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ബ്രസീലിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നൊക്കെ ആപ്ലിക്കേഷൻ വന്നാൽ നമ്മൾ എടുക്കാൻ ചാൻസ് ഇല്ലല്ലോ, ആ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കാരണം. പിന്നെ നിങ്ങൾക്ക് വർക്ക് വിസയിൽ പോകാൻ പറ്റുന്ന വർക്ക് വിസ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ് ഏജൻസിയെ സമീപിക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏജൻസി ത്രൂ വർക്ക് വിസ എടുത്ത് പോകാൻ പറ്റും. പക്ഷേ ഏജൻസി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് അന്വേഷിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് മാത്രം നോക്കിയിട്ട് കാര്യമല്ല. ലൈസൻസ് മാത്രം നോക്കുകയാണെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് ഇന്ത്യയിൽ വർക്ക് വിസ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന ഫീസ് എന്ന് പറയുന്നത് മാക്സിമം 20,000 മാത്രമാണ്, 20,000 രൂപ മാത്രമാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിൽ ആ ഒരു എമൗണ്ടിന് ഒരാൾ പോലും വർക്ക് വിസ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഏതെങ്കിലും ഒരു ജർമ്മൻ കമ്പനിയിൽ വർക്കിന് കയറുക. അതിനുശേഷം അവിടെ നിന്ന് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ കിട്ടുമോ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജർമ്മനിയിൽ എത്താൻ പറ്റും. വലിയ ക്യാഷ് ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജർമ്മനിയിൽ എത്താൻ പറ്റും. ഇനി ഇതൊന്നും പറ്റാത്ത ഏറ്റവും ഈസി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും പോസിബിൾ ആവുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഷുവർ ഷോട്ട് ഷെങ്കൻ വിസ എടുക്കുക, എന്നിട്ട് യൂറോപ്പിൽ പോവുക. യൂറോപ്പിൽ പോയതിന് ശേഷം ജർമ്മനിയിൽ പോവുക. ജർമ്മനിയിൽ പോയിട്ട് ഏതെങ്കിലും നമുക്ക് അറിയാവുന്ന റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അവരെ മുഖേന ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ നോക്കുക. ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് തികച്ചും ഡിഫറെൻ്റ് ആണ്. നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ആപ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.
അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഷെൻഗൻ വിസ നോക്കുന്ന, ടൂറിസ്റ്റ് വിസ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യും.